നമസ്കാരം, ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള റീയൂസ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കുപ്പികളൊക്കെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കൊച്ചു വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പച്ച കളറിലുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് കുപ്പിയായാലും മതി. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിനൊന്ന് 3ആയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ സ്റ്റിക്കറൊക്കെ ഒന്ന് കളയണം കേട്ടോ. അതിനിപ്പോൾ ആദ്യം ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. ആദ്യം കട്ടർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇത് പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കട്ട് ചെയ്യാനായിട്ട്, അതിനുള്ള കട്ടിയൊന്നും ഇതിനില്ല. ഇതിൻ്റെ അടിഭാഗവും ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ പൊളിച്ച് കളയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറും നമുക്ക് എളുപ്പമാണ് കളയാനായിട്ട്, വേഗം തന്നെ വലിച്ചാൽ പോരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 3 പീസാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ വലിയ പീസില്ലേ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്നിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം. എന്നിട്ട് അതൊരു ഷീറ്റ് പോലെ നിവർത്തിയെടുക്കണം. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷീറ്റിനെ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുക്കുക. നമ്മൾ കപ്പലണ്ടി പൊതി വയ്ക്കില്ലേ, നമ്മൾ മൈലാഞ്ചി ട്യൂബൊക്കെ ചുരുട്ടുന്ന ആ ഒരു മോഡൽ, അല്ലെങ്കിൽ കപ്പലണ്ടി പൊതിൻ്റെ ആ ഒരു മോഡൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ അടിഭാഗം വണ്ണം കുറവല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുപ്പിയുടെ ആ ഒരു മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, ആ ഒരു മൂടിയുള്ള ഭാഗം, ആ മൂടി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കടത്തി നോക്കുക. അതിൽ കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിലായിരിക്കണം അടിഭാഗത്തിൻ്റെ ഇത്, കണ്ടില്ലേ ഇതുപോലെ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയും കൂടി ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഗ്ലൂ ഗൺ ആക്കിയിട്ട് പിസ്താഷ്യയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് അധികം ഗ്ലൂ ഗൺ ആക്കിയാൽ ഉരുകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതില്ലെങ്കിൽ നമ്മുടെ ക്യാപ്സ്യൂൾസിൻ്റെ ആ ഒരു ഇതില്ലേ, നമ്മുടെ മെഡിസിൻ സ്ട്രിപ്പ് കഴിഞ്ഞതിൻ്റെ ആ ഒരു ഇതുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ കവർ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മെഡിസിൻ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, 2-3 ഐഡിയാസ്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഡെക്കറേഷൻസ് ഒന്നും ഇപ്പോൾ ഞാൻ ചെയ്യണില്ല. ഇനി ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് വെച്ചിട്ടൊക്കെ കളർ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഞാനിപ്പോൾ ഇതുപോലത്തെ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ ചെയ്തിട്ട് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ഇല്ലെങ്കിൽ ഏത് പെയിൻറ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സെൻറ്ററിൽ ഒരു ചെറിയ ലേസും കൂടെ ഒട്ടിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. പിന്നെ ഒരു ഡോട്ട്സ് പോലത്തെ ഡിസൈനൊക്കെ ഈ ഒരു കുപ്പീൻ്റെ മുകൾ ഭാഗത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡെക്കറേഷൻസ് ചെയ്യാം. ഈ ഒരു ഫ്ലവർ വേസിന് വേറെ ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മോഡലിലുള്ള ഫ്ലവർ വേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സിമ്പിളായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ള ഒരു നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പ്രാർത്ഥനാസ് വേൾഡും സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ല